ഓണവിപണിയിലേക്ക് പോകാം. ഓണവിപണിയെ ആകർഷകമാക്കാൻ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഇറക്കുകയാണ് വ്യാപാരികൾ. ഇത്തവണ ഓണത്തിന് തെങ്ങിൻ പൂക്കുലയും വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇവർ. നെൽപ്പറയും തെങ്ങിൻ പൂക്കുലയും വിളക്കുമെല്ലാം മലയാളികൾക്ക് ഗ്രഹാതുരത്വം നൽകുന്നതാണ്. അത്തപ്പൂക്കളോടൊപ്പം ഒരു നെൽപ്പറയും വിളക്കുമെല്ലാം ഉണ്ടെങ്കിൽ ഒരു ഐശ്വര്യം തന്നെയാണ്. പറയിൽ വെക്കാൻ തെങ്ങിൻ പൂക്കുലയ്ക്ക് ആവശ്യക്കാർ ഉണ്ടെന്ന് മനസ്സിലായതോടെ വിപണിയിൽ തെങ്ങിൻ പൂക്കുലയും എത്തിച്ചിരിക്കുകയാണ് വ്യാപാരികൾ. ആദ്യമായിട്ടാണ് ഇത് ഇറക്കുന്നത്. അത് എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങളിത് നാട്ടിൽ നിന്ന് കൊല വെട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. ഒറിജിനലാണ് സാധനം. ഇത് കുന്നംകുളത്ത് വന്നിട്ടില്ല, കുന്നംകുളം, തൃശ്ശൂർ, ഗുരുവായൂർ അടുത്ത്. ഇപ്പോൾ 25 പീസ് ഇറക്കിയിട്ടുണ്ട്. തെങ്ങിൻ പൂക്കലയുടെ ലഭ്യതക്കുറവുള്ളത് കൊണ്ട് തന്നെ വിലയും അല്പം കൂടുതലാണ്. ഒരു പീസിന് 850 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. ആൾക്കാർക്ക് ഇത്ര വില വരും എന്ന് പറയുമ്പോൾ അത് വെട്ടിച്ച് കൊണ്ടുവരാൻ പറയണത്. അപ്പോൾ അത് ബില്ലിട്ടിട്ട് അവിടെ നിന്ന് അയക്കും. ഇപ്പോൾ 850 രൂപ പറയണത്. അത് 1-2 പ്രാവശ്യം ഉപയോഗിക്കാം. ഇപ്പോൾ പൊതിഞ്ഞിരിക്കുകയാണ്, അത് നിവൃത്ത. അതുപോലെ തന്നെ മടക്കി വയ്ക്കുകയും ചെയ്യാം. കെട്ടിവെച്ചാൽ മതി, പെട്ടെന്ന് കേട്ടുവരില്ല. നെൽപ്പറയും തെങ്ങിൻ പൂക്കലയും ഇല്ലാതെ മലയാളികൾക്ക് എന്തോണമല്ലേ? എന്തായാലും തെങ്ങിൻ പൂക്കലയുടെ വിപണി സാധ്യത മനസ്സിലാക്കി ഇത്തവണ തെങ്ങിൻ പൂക്കലയും വിപണിയിൽ എത്തിയിരിക്കുകയാണ്. ക്യാമറമാൻ അജാസ് അഹമ്മദിനോടൊപ്പം വിവേക് കീർത്തി, മൈഫിൻ TV, കൊച്ചി. ഓണത്തിന് സംസ്ഥാനത്ത് കോഴി വില കുറയാൻ സാധ്യത. തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവ് കൂടിയതാണ് വില ഇടിയാൻ കാരണം. 3 ആഴ്ച മുൻപ് കിലോയ്ക്ക് 150 രൂപയായിരുന്നു കോഴിയുടെ വില. എന്നാൽ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. കിലോയ്ക്ക് 90-ൽ താഴെ എത്തിയ സമയം വരെ ഉണ്ടായിരുന്നു. വരവ് കൂടിയതിനൊപ്പം പ്രാദേശിക ഉൽപ്പാദനവും കൂടിയത് വിലയിടിവിന് കാരണമായതായി വ്യാപാരികൾ പറയുന്നു. ഉൽപ്പാദനത്തിന് ആനുപാതികമായി ആവശ്യക്കാരില്ലാത്തതും കച്ചവടക്കാർക്ക് തിരിച്ചടിയായി. ഇറച്ചിക്കോഴിക്ക് വിപണിയിൽ വില കുറയുന്നത് സാധാരണ ഉപഭോക്താക്കളെ സംബന്ധിച്ച് ആശ്വാസമാണെങ്കിലും അടിക്കടിയുള്ള ഈ വിലയിടിവ് കോഴിക്കർഷകരെ തളർത്തുകയാണ്. വരവിനേക്കാൾ ചെലവ് കൂടിയത് ഈ ഓണനാളുകളിൽ കർഷകരെയും കച്ചവടക്കാരെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഓണം അടുക്കുന്ന വേളയിലെങ്കിലും വില കൂടുമെന്ന പ്രതീക്ഷയും ചില കച്ചവടക്കാർ പങ്കുവച്ചു. ക്യാമറാമാൻ അരവിന്ദിനൊപ്പം അമൽ, മൈഫിൻ TV, തിരുവനന്തപുരം.